നമസ്കാരം. നാളെ ഓഗസ്റ്റ് 17 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾക്ക് രാശിപ്രകാരം നോക്കുമ്പോൾ അനുകൂലമായ ദിവസമാണ്. ചില കാര്യങ്ങൾ പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം കുബേരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പല കാര്യങ്ങളും അത് പ്രത്യേകിച്ചും സമീപ ഭാവിയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പലരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാനസികപരമായ ഉന്മേഷം ലഭിക്കുന്നതായ ദിവസമായി തന്നെ മാറാം. ആലസ്യം അല്പം ബാധിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസമുണ്ട്. അനാവശ്യമായ ഉത്കണ്ഠകൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ഗുണകരമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഗാർഹികമായി മുഴു സംതൃപ്തി പറയുവാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും കാര്യങ്ങൾ അനുകൂലമാകാം. വീടിന്റെ വൈകാരിക ഭാവം മങ്ങുകയുമില്ല. സൗഹൃദം കൊണ്ട് സന്തോഷമുണ്ടാകുന്നതായ സമയം തന്നെയായി മാറാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല രീതിയിലും കരുനീക്കങ്ങൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വിജയം നേടുവാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്ന സമയമായി മാറാം. സ്വതസിദ്ധമായ കഴിവുകൾ പല കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ, സൂചനകൾ ലഭിച്ചു എന്ന് വരാം. ഭാവി കാര്യങ്ങളിൽ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതായ ദിവസമായി മാറാം. അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ വന്നു ചേരാം, ചിന്തകൾ വന്നു ചേരാം. കാര്യാലോചനകളിൽ പല കാര്യങ്ങളിലും തീരുമാനം കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ യാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. മാനസികോർജം വന്ന് ചേരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ചെലവുകളിൽ നിയന്ത്രണം ഉണ്ടാകുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം സൂര്യദേവനെ ഭജിക്കുന്നത്, അതിരാവിലെ തന്നെ സൂര്യദേവനെ ഭജിക്കുന്നത് ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും പിന്തുണ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് സമാധാനം പുലരുന്നതായ സമയമായി മാറും. യാത്രകളും അലച്ചിലും ഒരു സാധ്യത തന്നെയാണ്. അല്ലെങ്കിൽ പല വിധത്തിലും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ യാത്രകൾ വന്നു ചേരാം. കാര്യസാധ്യത്തിനായി പല വഴികൾ തേടുന്നതായ ദിവസമായി മാറാം. പല കാര്യങ്ങളിലും അവഗണനകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളും അവഗണിച്ചു എന്ന് വരാം. വ്യാപാരം ഗുണകരമായി തീരാം. പ്രണയകാര്യങ്ങൾ അനുകൂലമായി തീരും. ലാഭമുണ്ടാക്കുവാൻ സാധിക്കുന്നതായ ചില പ്രവർത്തനങ്ങൾ തൊഴിൽപരമായോ അതല്ല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. കലാപ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ, അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ വിമർശനങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകും എങ്കിലും അതിൽ പലതും ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. ചില കാര്യങ്ങളിൽ നിർബന്ധശീലം വന്ന് ചേരാവുന്ന സമയമാണ്. വാക്കുകളിൽ മിതത്വം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കുടിശ്ശികകൾ നീക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. ചില കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിലൂടെ ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് കൈവായ്പ പോലുമാകാം. ചെലവിൻ്റെ കാര്യത്തിൽ ഇന്നേ ദിവസം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടിയായി ഭവിക്കും. പല കാര്യങ്ങളിലും പാഴ്ചെലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. മംഗള കർമ്മങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുവാൻ സാധിക്കും.
കുടുംബസമേതം വിനോദയാത്രകൾ, അത്തരം യാത്രകൾക്കുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ക്ഷേത്ര ദർശനാദികൾ ഉചിതമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ക്ഷേത്ര ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുടുംബദേവതാ ക്ഷേത്രത്തിൽ സാധിക്കുന്നവർ ദർശനം നടത്തുക. അതല്ല എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും പ്രത്യേകിച്ചും ദർശനം നടത്തുക. ഭാഗ്യസൂക്തം ഇന്നേ ദിവസം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. സാധിക്കുന്നവർ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തി പ്രാർത്ഥിക്കുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട ചില ഉത്കണ്ഠകൾ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. ജോലി മാറ്റത്തിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒരുങ്ങാം. അധിക വരുമാനത്തിലുള്ള ശ്രമങ്ങൾ വിജയം കാണാവുന്നതുമാണ്. കൂടാതെ പണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചെലവാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സ്വസ്ഥത അല്പം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിന്റെ പിന്തുണ, വേണ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാക്കുന്നു. സുഖദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം തന്നെയാണ്. അതായത് ചില ദുഃഖകരമായ കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ധനസഹായം ലഭിക്കുക, താൽക്കാലികമായ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സൽപ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിച്ച സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കരാറുകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചില അസംതൃപ്തികൾ ഉണ്ടാകും, എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബത്തിൽ സമാധാനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കമുണ്ടാകില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കാരണം ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിശേഷപ്പെട്ട ദിവസമായതിനാൽ, അതായത് ചിങ്ങം 1 ആയതിനാൽ തന്നെ തീർച്ചയായും ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ, ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരവുമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭാഗ്യസൂക്തവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും. ഈ വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാരാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പ്രിയജന സമാഗമം വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ, വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ തേടിയെത്താം. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ആലസ്യം അനുഭവപ്പെടുന്ന ദിവസമാണ്. ചിലവ് അല്പം വർദ്ധിച്ചു എന്ന് വരാം. കടം നൽകിയതായ തുക തിരികെ ലഭിക്കണം എന്നില്ല. അതായത് ഇന്നേ ദിവസം തന്നെ ലഭിക്കണം എന്നില്ല. ഗുണാനുഭവങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ പ്രശ്നങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ അല്പം ആശയക്കുഴപ്പങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാകണം എന്നില്ല. കൂടാതെ ഇന്നേ ദിവസം നിർബന്ധശീലം ചില കാര്യങ്ങളിൽ തർക്കങ്ങൾക്ക് വഴിവയ്ക്കാവുന്നതുമാണ്. ഈ സമയം പ്രത്യേകിച്ചും പല വഴികളിലൂടെയും കാര്യസാധ്യത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾ തേടി എന്ന് വരാം. അതിൽ വിജയിക്കുവാനും സാധ്യതകളുണ്ട്. വ്യാപാരം ഗുണകരമായി തീരാം. തടസ്സങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും. പ്രണയികൾക്ക് അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. സ്വതസിദ്ധമായ കഴിവുകൾ പല കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവർ സഹകരിച്ചു എന്ന് വരാം.
ചെലവുകളിൽ അല്പം നിയന്ത്രണം വേണ്ട ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. മാനസികമായ ഉന്മേഷം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. ആസൂത്രണം പല കാര്യങ്ങളിലും ചെയ്യുകയും അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മാനസിക ഉല്ലാസം വന്ന് ചേരാവുന്ന ഒരു ദിവസമാണ് എങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഇന്ന് മലയാള മാസം ചിങ്ങം 1 തന്നെ ഒരു പുതുവർഷം ആരംഭിക്കുന്ന ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക. കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തവും അതോടൊപ്പം ഗണപതി ഹോമവും ഭഗവതി സേവയും കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമാണ്. തലേ ദിവസം തന്നെ ഷീട്ടാക്കുവാൻ എല്ലാ നക്ഷത്രക്കാരും അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഏവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴിപാട് നാളെ നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.